ഹായ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഡ്രീം ഞാൻ കണ്ടിട്ട് എനിക്ക് ആ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളിച്ചിട്ട് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ആഞ്ഞ് പണിയെടുക്കുകയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ ഞാൻ അവനോട് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം, നീ ഈ ഡ്രീം കാണാൻ തുടങ്ങിയിട്ട് ആ ഡ്രീമിലേക്കുള്ള വഴികൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ ഡ്രീമിൻ്റെ ഗോൾസ് നീ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഗോൾസിന് എൻഡ് ഡേറ്റ് ഉണ്ടോ? ഡെഡ് ലൈൻ ഉണ്ടോ? അപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ഡ്രീമിലേക്ക് വേണ്ട വഴികളൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഓക്കെ, അങ്ങനെ മൈൻഡിൽ നിങ്ങൾ ഒരു ഡ്രീം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളൊരു ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ 2 തരം ആളുകളുണ്ട്. ഒന്ന് ഡ്രീമേഴ്സ് ഉണ്ട്, 2 ഡ്രീം അച്ചീവേഴ്സ് ഉണ്ട്. ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നം എന്തെങ്കിലും പൂവണിയും എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ കാത്തു വെക്കും. രണ്ടാമത്തെ ഡ്രീം അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരു ഡ്രീം കാണും, ആ ഡ്രീമിലേക്ക് എത്താനുള്ള വഴികൾ അവരിങ്ങനെ എഴുതി വെക്കും കൃത്യമായിട്ട്. എന്നിട്ട് അതിൽ ഓരോ ഗോളും അവർ കൃത്യമായിട്ട് ഡേറ്റഡ് ആയിരിക്കും. എൻഡ് ഡേറ്റ് ഉണ്ടാവും. അതിന് ഇന്നേ സമയമാകുമ്പോൾ ഞാൻ അതിൻ്റെ ഇന്നേ കാര്യം അച്ചീവ് ചെയ്യും. ഈ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ എഴുതി വെച്ചിട്ട് അതിന് ഓരോന്നിനും ഡെഡ് ലൈൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡ്രീമിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും ഡ്രീമായി മാത്രം അവശേഷിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡ്രീം കാണുമ്പോൾ, ഒരു സ്വപ്നം കാണുമ്പോൾ, ആ സ്വപ്നത്തിലേക്കുള്ള വഴി 1 by 1 എഴുതി വെച്ചിട്ട് അതിനൊരു എൻഡ് ഡേറ്റ് ഉണ്ടാവുക. ആ എൻഡ് ഡേറ്റിൽ അത് അച്ചീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഓരോ ഗോളും നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ എന്താവും? നിങ്ങൾ അവിടേക്ക് നിങ്ങളെ ഡ്രീമിലേക്ക് എത്താൻ വളരെ എളുപ്പമാവും. സോ ഡ്രീം ഇറ്റ്, റൈറ്റ് ഇറ്റ്, അച്ചീവ് ഇറ്റ്.